ഹായ് ഫ്രണ്ട്സ്, നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നേ? നീ ഇപ്പോൾ എന്താണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നേ? നീ ഇപ്പോൾ എന്താണ് പറയാൻ പോകുന്നേ? നീ ഇപ്പോൾ എന്താണ് തീരുമാനിക്കാൻ പോകുന്നേ? ഇങ്ങനെ പോകുന്നേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ എങ്ങനെ ചോദിക്കും ഇംഗ്ലീഷിൽ? കേട്ടോ, ഈ വീഡിയോയിൽ അതാണ്. ഞാൻ കുറേ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വീണ്ടും ഇതേപോലെ വേണം ചോദിച്ചുകൊണ്ട് ഇത് പാർട്ട് 8 ആണ്. ഇനി ഒരു 2 പാർട്ടും കൂടിയുണ്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചെന്ന് പഠിക്കും ഈസി ആയിട്ട്. ഇത് വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട. ഇംഗ്ലീഷ് ഈസ് ജസ്റ്റ് സിമ്പിൾ ലാംഗ്വേജ്, സെയിം ലൈക്ക് അവർ മദർ ടങ്. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും യു വിൽ ഓൾ ടോക്ക് ഇൻ ഇംഗ്ലീഷ് വെരി സൂൺ. എല്ലാവരും ആ സബ്സ്ക്രൈബ് ഒന്നും ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് എളുപ്പം വെരി ഈസിലി യു ക്യാൻ ടോക്ക് ഇൻ ഇംഗ്ലീഷ്. പ്രാക്ടീസ്. വീഡിയോയിലേക്ക് പോകാം. എന്താണ് ചെയ്യാൻ പോകുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു ഡു? നീ എന്താ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു കുക്ക്? വാട്ട് ആർ യു ഗോയിങ് ടു? നീ എന്താണ് തീരുമാനിക്കാൻ പോകുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു ഡിസൈഡ്? വാട്ട് ആർ യു ഗോയിങ് ടു നീ എന്താണ് മറുപടി പറയാൻ പോകുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു റിപ്ലൈ? അല്ലെങ്കിൽ വാട്ട് ആർ യു ഗോയിങ് ടു ആൻസർ? അല്ലെങ്കിൽ വാട്ട് ആർ യു ഗോയിങ് ടു റെസ്പോണ്ട്? റിപ്ലൈ, ആൻസർ, റെസ്പോണ്ട് മൂന്നും മറുപടി. സോ വാട്ട് ആർ യു ഗോയിങ് ടു റിപ്ലൈ? വാട്ട് ആർ ഗോയിങ് ടു സേ? നീ എന്താണ് പറയാൻ പോകുന്നത്? വാട്ട് ആർ യു ഗോയിങ് ടു സേ? എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? വെൻ ആർ യു ഗോയിങ് ടു സ്ലീപ്പ്? നീ എപ്പോഴാണ് പണി പൂർത്തിയാക്കാൻ പോകുന്നത്? വെൻ ആർ യു ഗോയിങ് ടു കംപ്ലീറ്റ് ദി വർക്ക്? വെൻ ആർ യു ഗോയിങ് ടു കംപ്ലീറ്റ് ദി വർക്ക്? നീ എപ്പോഴാണ് അവരെ ക്ഷണിക്കാൻ പോകുന്നത്? വെൻ ആർ യു ഗോയിങ് ടു ഇൻവൈറ്റ് ദം? വെൻ ആർ യു ഗോയിങ് ടു ഇൻവൈറ്റ് ദം? നീ എപ്പോഴാണ് പഠിത്തം പൂർത്തിയാക്കാൻ പോകുന്നത്? വെൻ ആർ യു ഗോയിങ് ടു കംപ്ലീറ്റ് ദി സ്റ്റഡീസ്? വെൻ ആർ യു ഗോയിങ് ടു കംപ്ലീറ്റ് ദി സ്റ്റഡീസ്? നീ എപ്പോഴാണ് ആ പൈസ തിരിച്ചു തരാൻ പോകുന്നത്? വെൻ ആർ യു ഗോയിങ് ടു റിട്ടേൺ ദറ്റ് മണി? വെൻ ആർ യു ഗോയിങ് ടു റിട്ടേൺ ദറ്റ് മണി? നീ എപ്പോഴാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നത്? വെൻ ആർ യു ഗോയിങ് ടു ലേൺ ഡ്രൈവിംഗ്? വെൻ ആർ യു ഗോയിങ് ടു ലേൺ ഡ്രൈവിംഗ്? നീ എപ്പോഴാണ് എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുന്നത്? വെൻ ആർ യു ഗോയിങ് ടു ടീച്ച് മീ ഇംഗ്ലീഷ്? വെൻ ആർ യു ഗോയിങ് ടു ടീച്ച് മീ ഇംഗ്ലീഷ്? ഇങ്ങനെ മൂന്നായിട്ട്. വെൻ ആർ യു ഗോയിങ് ടു ടീച്ച് മീ ഇംഗ്ലീഷ്? വെൻ ആർ യു ഗോയിങ് ടു ടീച്ച് മീ ഇംഗ്ലീഷ്? നീ എപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നത്? വെൻ ആർ യു ഗോയിങ് ടു കം ടു മൈ ഹൗസ്? വെൻ ആർ യു ഗോയിങ് ടു കം ടു മൈ ഹൗസ്? ഇങ്ങനെ തമാശ പോലെ, പാട്ട് പാടുന്ന പോലെ ഇങ്ങനെ ഡിവൈഡ് പഠിച്ചുകൊണ്ട് പോയാൽ ഇംഗ്ലീഷ് വെരി ഈസി, അടിപൊളി ഇംഗ്ലീഷാവും. വെരി ഈസി. പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. പുതു കാർ വാങ്ങിക്കാൻ പോകുന്നത്? നീ എപ്പോഴാണ് പുതിയ കാർ വാങ്ങിക്കാൻ? വെൻ ആർ യു ഗോയിങ് ടു ബൈ എ ന്യൂ കാർ? നീ എപ്പോഴാണ് ആ സ്ഥലം വിൽക്കാൻ പോകുന്നത്? വെൻ ആർ യു ഗോയിങ് ടു സെൽ ദറ്റ് ഹൗസ്? വെൻ ആർ യു ഗോയിങ് ടു സെൽ ദറ്റ് ഹൗസ്? ഇല്ലാണ്ട് എങ്ങനെയാ പാചകം ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാ ഗ്യാസ് ഇല്ലാതെ പാചകം ചെയ്യാൻ പോകുന്നത്? ഹൗ ആർ യു ഗോയിങ് ടു കുക്ക് വിത്തൗട്ട് ഗ്യാസ്? ഹൗ ആർ യു ഗോയിങ് ടു കുക്ക് വിത്തൗട്ട് ഗ്യാസ്? ബൈക്ക് ഇല്ലാതെ എങ്ങനെ വരാൻ പോകുന്നത്? ഹൗ ആർ യു ഗോയിങ് ടു കം വിത്തൗട്ട് ബൈക്ക്? ഹൗ ആർ യു ഗോയിങ് ടു കം വിത്തൗട്ട് ബൈക്ക്? പഞ്ചസാര ഇല്ലാണ്ട് എങ്ങനെയാണ് കാപ്പി കുടിക്കാൻ പോകുന്നത്? ഹൗ ആർ യു ഗോയിങ് ടു ഡ്രിങ്ക് കോഫി വിത്തൗട്ട് ഷുഗർ? ഹൗ ആർ യു ഗോയിങ് ടു ഡ്രിങ്ക് കോഫി വിത്തൗട്ട് ഷുഗർ? എണ്ണ ഇല്ലാണ്ട് എങ്ങനെയാണ് കറി വയ്ക്കാൻ പോകുന്നത്? ഹൗ ആർ യു ഗോയിങ് ടു പ്രിപ്പയർ കറി വിത്തൗട്ട് ഓയിൽ? ഹൗ ആർ യു ഗോയിങ് ടു പ്രിപ്പയർ കറി വിത്തൗട്ട് ഓയിൽ? ഹൗ ആർ യു ഗോയിങ് ടു പ്രിപ്പയർ കറി വിത്തൗട്ട് ഓയിൽ? ഇങ്ങനെയുള്ളൂ. ബിറ്റായിട്ട് ഇങ്ങനെ ശ്രമിച്ച് പോകുമ്പോൾ വലിയ സെൻറ്റൻസസ് ഈസി ആയിട്ട് വരും. ഈ പൈപ്പ് എന്തിനാണ് ഇത്രയും ഇറുക്കി അടച്ചത്? ഈ പൈപ്പ് എന്തിനാണ് ഇത്രയും മുറുക്കി അടച്ചത്? വൈ ഡിഡ് യു ക്ലോസ് ദിസ് ടാപ്പ് സോ ടൈറ്റ്? വൈ ഡിഡ് യു ക്ലോസ് ദിസ് ടാപ്പ് സോ ടൈറ്റ്? ഈ ഡ്രസ്സ് എന്നാ ലൂസായി തയ്ച്ചത്? ഇത്ര തളർത്തി തയ്ച്ച? വൈ ഡിഡ് യു സ്റ്റിച്ച് ദിസ് ഡ്രസ് ലൂസ്? വൈ ഡിഡ് യു സ്റ്റിച്ച് ദിസ് ഡ്രസ് വെരി ലൂസ്? വേഗം എന്തിനാ തിരിച്ചു വന്നത്? വൈ ഡിഡ് യു റിട്ടേൺ സോ സൂൺ? വൈ ഡിഡ് യു റിട്ടേൺ സോ സൂൺ? നേരത്തെ എന്തിനാണ് എണീറ്റത്? വൈ ഡിഡ് യു വേക്കപ്പ് സോ ഏർലി? അല്ലെങ്കിൽ വൈ ഡിഡ് യു വേക്കപ്പ് വെരി ഏർലി? വൈ ഡിഡ് യു വേക്കപ്പ് സോ ഏർലി ഓർ വൈ ഡിഡ് യു വേക്കപ്പ് വെരി ഏർലി? അങ്ങനെ ചെറിയ മുറിയിൽ നമ്മളെല്ലാവരും എങ്ങനെ താമസിക്കാൻ കഴിയും? ഈ ചെറിയ മുറിയിൽ നമ്മളെല്ലാവരും എങ്ങനെ താമസിക്കാൻ കഴിയും? ഹൗ ക്യാൻ വി ഓൾ സ്റ്റേ ഇൻ ദിസ് സ്മോൾ റൂം? ഹൗ ക്യാൻ എങ്ങനെ കഴിയും? ഹൗ ക്യാൻ എങ്ങനെ കഴിയും? ഹൗ ക്യാൻ വി ഓൾ സ്റ്റേ ഇൻ ദിസ് സ്മോൾ റൂം? ഈ ചെറിയ മുറിയിൽ നമ്മളെല്ലാവരും എങ്ങനെ താമസിക്കാൻ കഴിയും? ഹൗ ക്യാൻ വി ഓൾ സ്റ്റേ ഇൻ ദിസ് സ്മോൾ റൂം? അല്ലാതെ ഞാൻ എങ്ങനെ വരാൻ കഴിയും? ഞാൻ എങ്ങനെ വരാൻ പറ്റും? ഹൗ ക്യാൻ ഐ കം വിത്തൗട്ട് ബസ്? ഹൗ ക്യാൻ ഐ കം വിത്തൗട്ട് ബസ്? സോപ്പില്ലാതെ ഞാൻ എങ്ങനെ കുളിക്കാൻ കഴിയും?
ഹൗ ക്യാൻ ഐ ബാത്ത് വിത്തൗട്ട് സോപ്പ്? ഹൗ ക്യാൻ ഐ ബാത്ത് വിത്തൗട്ട് സോപ്പ്? വരുമാനമില്ലാതെ നിന്നെ കൊണ്ട് എങ്ങനെ പൈസ തിരിച്ചു തരാൻ കഴിയും? വരുമാനമില്ലാതെ നിന്നെ കൊണ്ട് എങ്ങനെ പൈസ തിരിച്ചു തരാൻ പറ്റും? ഹൗ ക്യാൻ യു റിട്ടേൺ ദി മണി വിത്തൗട്ട് ഇൻകം? ഹൗ ക്യാൻ യു റിട്ടേൺ ദി മണി വിത്തൗട്ട് ഇൻകം? നിനക്ക് വേണ്ടി ഞാൻ എവിടെ കാത്തിരിക്കണം? എവിടെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കണം? വേർ ഷുഡ് കാത്തിരിക്കണം. അപ്പോൾ വേർ ഷുഡ് ഐ വെയിറ്റ് ഫോർ യു? വേർ ഷുഡ് ഐ വെയിറ്റ് ഫോർ യു? കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ ഷുഡ് അല്ലെങ്കിൽ മസ്റ്റ്. വേർ മസ്റ്റ് ഐ വെയിറ്റ് ഫോർ യു? വേർ ഷുഡ് ഐ വെയിറ്റ് ഫോർ യു? ഞാൻ ബസ്സിൽ നിന്ന് എവിടെ ഇറങ്ങണം? എവിടെയാണ് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടത്? വേർ ഷുഡ് ഐ ഗെറ്റ് ഡൗൺ ഫ്രം ദി ബസ്? വേർ ഷുഡ് ഐ ഗെറ്റ് ഡൗൺ ഫ്രം ദി ബസ്? ഞാൻ എവിടെ നല്ല പച്ചക്കറി വാങ്ങിക്കണം? വേർ ഷുഡ് ഐ ബൈ നൈസ് വെജിറ്റബിൾസ്? വേർ ഷുഡ് ഐ ബൈ നൈസ് വെജിറ്റബിൾസ്? പാർക്ക് ഞാൻ എവിടെ പാർക്ക് ചെയ്യണം? എൻ്റെ ബൈക്ക് ഞാൻ എവിടെ പാർക്ക് ചെയ്യണം? വേർ ഷുഡ് ഐ പാർക്ക് മൈ ബൈക്ക്? വേർ ഷുഡ് ഐ പാർക്ക് മൈ ബൈക്ക്? ഈ ഡ്രസ്സ് ഞാൻ എവിടെ തയ്ക്കാൻ കൊടുക്കണം? ഈ ഡ്രസ്സ് ഞാൻ എവിടെ തയ്ക്കാൻ കൊടുക്കണം? വേർ ഷുഡ് ഐ ഗിവ് ദിസ് ഡ്രസ് ടു സ്റ്റിച്ച്? വേർ ഷുഡ് ഐ സ്റ്റിച്ച് ദിസ് ഡ്രസ്? അങ്ങനെയും പറയാം. വേർ ഷുഡ് ഐ സ്റ്റിച്ച് ദിസ് ഡ്രസ്? സോൾ ഫ്രണ്ട്സ്, ഇതുപോലെ കുറേ വാക്യങ്ങൾ എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, പിന്നെ പറഞ്ഞു നോക്കുക. വെരി സൂൺ യു വിൽ ടോക്ക് ഇംഗ്ലീഷ്. വിദ്യാഭ്യാസമുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും ചിന്തിക്കേണ്ട. എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുക. ഇതുപോലെ ചെറുതായിട്ട് എളുപ്പമായിട്ട് ഈസി ആയിട്ടുള്ള ലോട്ട് ഓഫ് മെത്തേഡ്സ്, പല വഴികൾ ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. യു വിൽ ടോക്ക് ഇൻ ഇംഗ്ലീഷ് വെരി സൂൺ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ഫ്രം യുവർ ജെയിംസ്.